ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അപ്കമിങ് SSC GD എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇത് എൻ്റെ പാർട്ട് 5 ഓഫ് ദ വീഡിയോ ആണ്. ഞാൻ ബാക്കി 4 പാർട്സും ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ MTS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ആ വീഡിയോസും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എനിവേസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൂ വാസ് ദി ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ് ഫസ്റ്റ് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആൻഡ് ഹിസ് ബർത്ത്ഡേ എന്നാണ്? 11th നവംബറിനാണ് ഇന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ വരുന്നത്. ആൻഡ് ഈ ഡേ ആണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അപ്പോൾ എന്നാണ് വരുന്നത്? 11th നവംബറിനാണ്. അന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ ആണ് 11th നവംബർ. അന്നാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് IQ? IQ എന്താണ്? നമുക്കറിയാം. എന്താണ്? ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് അല്ലേ? IQവിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്ങിൻ്റെ റീസണിങ് കപ്പാസിറ്റി, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് IQ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്താണ്? IQ. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി മേജർ പോർട്സ് ആർ ദെയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ എത്ര മേജർ പോർട്സ് ആരാണ് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും? സെൻട്രൽ ഗവൺമെൻറ് ആണ് കേട്ടോ. മേജർ പോർട്സ് എല്ലാം ആരുടെ കൺട്രോളിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ആൻഡ് ഇന്ത്യയിൽ ടോട്ടൽ എത്ര മേജർ പോർട്സ് ഉണ്ട്? നമുക്ക് 13 മേജർ പോർട്സ്. ഓക്കെ, ഇന്ത്യയിൽ ടോട്ടൽ നമുക്ക് 13 മേജർ പോർട്സ് വരുന്നുണ്ട്. ആൻഡ് ഈ മേജർ പോർട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആരാണ്? മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ് മേജർ പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യക്ക് 2021 മുന്നേ 12 മേജർ പോർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് മേജർ പോർട്ടിലോട്ട് ആഡ് ചെയ്തത് ഏത് പോർട്ടാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് മേജർ പോർട്ടിലോട്ട് ആഡ് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് ഏത് പോർട്ടാണ്? പോർട്ട് ബ്ലെയർ ആണ്. ആൻഡ് പോർട്ട് ബ്ലെയർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർസ്. എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് എന്ത് വരുന്നത്? പോർട്ട് ബ്ലെയർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി മൈനർ പോർട്സ് ആർ ദെയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമുക്ക് എത്ര മൈനർ പോർട്സ് വരുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, മേജർ പോർട്സ് സെൻട്രൽ ഗവൺമെൻറ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ മൈനർ പോർട്സ് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലാണ് വരുന്നത്. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലാണ് മൈനർ പോർട്ടുകൾ വരുന്നത്. ആൻഡ് ഇന്ത്യയിൽ അറൗണ്ട് 200+ മൈനർ പോർട്സ് വരുന്നുണ്ട്. ഇന്ത്യയിൽ അറൗണ്ട് 200+ മൈനർ പോർട്സ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ മൈനർ പോർട്സ് വരുന്നത്? ഗുജറാത്തിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിനാണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് മൈനർ പോർട്സ് ഉള്ളത്. ഗുജറാത്തിലാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് 13 മേജർ പോർട്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ ദി ഫസ്റ്റ് വൺ ഈസ്, വിച്ച് ഈസ് ദ ടൈഡൽ പോർട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഒരു ടൈഡൽ പോർട്ട് ഏതാണ്? കാൻഡ്ല പോർട്ടാണ്. ഓക്കെ, ഗുജറാത്തിലെ കാൻഡ്ല പോർട്ടാണ് ഇന്ത്യയിലെ ഒരു ടൈഡൽ പോർട്ട്. ആൻഡ് അത് ഈ അടുത്തായിട്ട് റീനെയിം ചെയ്യപ്പെട്ടു. എന്തെന്ന്? ദീൻ ദയാൽ പോർട്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കി വെക്കുക. നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ദീൻ ദയാൽ പോർട്ട് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ടൈഡൽ പോർട്ട് ഏതാണ്? ദീൻ ദയാൽ പോർട്ട് ഓർ കാൻഡ്ല പോർട്ട് ഓഫ് ഗുജറാത്ത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 1-2 നമുക്ക് മേജർ പോർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദി ഫസ്റ്റ് വൺ ഇസ് മുംബൈ പോർട്ട്. ഓക്കെ, മഹാരാഷ്ട്രയിൽ നമുക്കറിയാം. മുംബൈ പോർട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് സ്റ്റേറ്റിലാണ്? മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ദെൻ ജവഹർലാൽ നെഹ്റു പോർട്ട്, JNPT. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർട്ടാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു പോർട്ട് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് നവാഷേവ. നവാഷേവ ഇത് ചോദിക്കാറുണ്ട്. നവാഷേവ എന്നറിയപ്പെടുന്ന പോർട്ട് ഏതാണ്? ഇറ്റ്സ് ജവഹർലാൽ നെഹ്റു പോർട്ട്, JNPT. ആൻഡ് ഈ ജവഹർലാൽ നെഹ്റു പോർട്ടാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട്. ഇന്ത്യയിലെ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഏതാണ്? അപ്പോൾ ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൊർമുഗാവോ പോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടല്ലോ. മൊർമുഗാവോ എവിടെയാണ് വരുന്നത്? ഗോവ. മൊർമുഗാവോ പോർട്ട് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഗോവയിലാണ്. ആൻഡ് അതൊരു ഇമ്പോർട്ടൻറ്റ് അയൺ ഓർ എക്സ്പോർട്ടിംഗ് പോർട്ടാണ്. ഓക്കെ,
അയൺ ഓർ ആണ് അയൺ ഓർ എക്സ്പോർട്ടിംഗ് പോർട്ടാണ് ഇത് മൊർമുഗാവോ പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ. നമുക്കറിയാം ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്നറിയപ്പെടുന്നത് ഏത് പോർട്ടാണ്? നമ്മുടെ സ്വന്തം കൊച്ചിൻ പോർട്ട്. ഓക്കെ, കൊച്ചി പോർട്ടാണ് നമ്മൾ എന്താണ് ക്യൂൻ ഓഫ് അറേബ്യൻ സീ. ഇതൊരു 13 മേജർ പോർട്സിലുള്ള ഒരു പോർട്ടാണ് കേട്ടോ, ഇത് നമ്മുടെ കൊച്ചി പോർട്ട് വരുന്നത്. ആൻഡ് ഇത് ക്യൂൻ ഓഫ് അറേബ്യൻ സീ. ഓക്കെ, ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്നറിയപ്പെടുന്നത് കൊച്ചി പോർട്ടാണ്. ഇതൊരു നാച്ചുറൽ ഹാർബർ പോർട്ടാണ്. ഓക്കെ, ഇതൊരു നാച്ചുറൽ ഹാർബർ ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ഫസ്റ്റ് കോർപ്പറലൈസ്ഡ്. ഓക്കെ, ഇറ്റ്സ് കോർപ്പറലൈസ്ഡ് മേജർ. വിച്ച് ഈസ് ദ ഫസ്റ്റ് കോർപ്പറലൈസ്ഡ് മേജർ പോർട്ട് ഓഫ് ഇന്ത്യ. കോർപ്പറലൈസ്ഡ് മേജർ പോർട്ട് ഏതായിരുന്നു? നമ്മുടെ തമിഴ്നാട്ടിലുള്ള കാമരാജാർ പോർട്ട്. വിച്ച് വാസ് ഏർലിയർ നോൺ ആസ് എന്നൂർ പോർട്ട്. ഓക്കെ, നേരത്തെ എന്താണ് എന്നൂർ പോർട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി എന്താണ് കാമരാജാർ പോർട്ട് എന്നാക്കി. ഇന്ത്യയുടെ ഫസ്റ്റ് കോർപ്പറലൈസ്ഡ് പോർട്ടാണ്. ഓക്കെ, നമ്മുടെ തമിഴ്നാട്ടിലെ എന്നൂർ പോർട്ട് ഓർ കാമരാജാർ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ട് ഇൻ ഇന്ത്യ. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പോർട്ട്, അതായത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ട് ഇൻ ഇന്ത്യ ഏതായിട്ട് വരും? ചെന്നൈ പോർട്ടാണ്. ഓക്കെ, ഏതാണ് ദ ഓൾഡസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ട് എന്ന് പറയുന്നത്? ചെന്നൈ പോർട്ടാണ്. വിച്ച് വാസ് ഏർലിയർ നോൺ ആസ് മദ്രാസ് പോർട്ട്. അത് ഷുവർ ആണല്ലേ. അപ്പോൾ മദ്രാസ് പോർട്ട് അല്ലെങ്കിൽ ചെന്നൈ പോർട്ട് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് പോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് പോർട്ട്, അതായത് ഫസ്റ്റ് പോർട്ടായിട്ട് വരുന്നത് ഏതാണ്? കൊൽക്കത്ത പോർട്ട്. ഓക്കെ, ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പോർട്ട് ഏതാണ്? നമ്മുടെ കൊൽക്കത്ത പോർട്ടാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത പോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ അടുത്തായിട്ട് നമുക്ക് ഇതിന് റിലേറ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് ഈ കൊൽക്കത്ത പോർട്ടിലെ എന്താ തിരക്ക് കുറയ്ക്കാനായിട്ട് 105 കിലോമീറ്റേഴ്സ് എവേ ഫ്രം കൊൽക്കത്ത പോർട്ട് നമ്മളൊരു പോർട്ട് ബിൽഡ് ചെയ്തു. അത് ഏതായിരുന്നു ആ പോർട്ട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഏതായിരുന്നു? ഹൽദിയ പോർട്ട്, റൈറ്റ്? ഹൽദിയ പോർട്ടാണ് നമ്മുടെ കൊൽക്കത്ത പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാനായിട്ട് 105 കിലോമീറ്റേഴ്സ് അപ്പുറത്തായിട്ട് നിർമ്മിച്ചത്. ഏതാണ്? ഹൽദിയ പോർട്ടാണ്. ഓക്കെ, ആൻഡ് കൊൽക്കത്ത പോർട്ട് എന്ന് പറയുന്നത് ഒരു റിവറൈൻ പോർട്ടാണ്. ഓക്കെ, ഒരു റിവറൈൻ പോർട്ടാണ്. ഏത് റിവറിൽ? ഹൂഗ്ലി റിവർ. ഏത് റിവറിലാണ്? ഹൂഗ്ലി റിവറിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു റിവറൈൻ പോർട്ടാണ് ഏത്? കൊൽക്കത്ത പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കൊൽക്കത്ത പോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ഏതാണ്? കൊൽക്കത്ത പോർട്ടാണ്. ഓക്കെ, ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ഏതാണ്? കൊൽക്കത്ത പോർട്ടാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദി ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് പോർട്ട്. ഓക്കെ, ലാൻഡ് ലോക്ക്ഡ് പോർട്ടാണ്. ഓക്കെ, ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള പോർട്ട് ഏതാണ്? വിശാഖപട്ടണം പോർട്ടാണ്. വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം പോർട്ടാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ലോക്ക്ഡ് പോർട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. വിശാഖപട്ടണം പോർട്ടാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം പോർട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനസ് അറ്റോമിക് പവർ സ്റ്റേഷൻ. ഏതാണ്? ഇൻഡിജീനസ് അറ്റോമിക് പവർ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനസ് അറ്റോമിക്, നമുക്കറിയാം നമ്മുടെ കൽപ്പക്കം പവർ സ്റ്റേഷൻ വിച്ച് ഈസ് നമ്മുടെ കൽപ്പക്കം പവർ സ്റ്റേഷനാണ്. വിച്ച് ഈസ് നോൺ ആസ് മദ്രാസ് അറ്റോമിക് പവർ മാപ്സ്. ഓക്കെ, മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന കൽപ്പക്കം, തമിഴ്നാടുവിലെ കൽപ്പക്കം പവർ സ്റ്റേഷൻ ആണ് ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനസ് അറ്റോമിക് പവർ സ്റ്റേഷൻ. ഏതാണ്? മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സെൽ ഏതാണ്? ന്യൂറോൺ ആണ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സെൽ ഏതാണ്? ന്യൂറോൺ ആണ്. ഓക്കെ, ന്യൂറോൺസിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? എബൌട്ട് 1 മീറ്റർ ലോങ്. എത്രയുണ്ട്? എബൌട്ട് 1 മീറ്റർ ലോങ് ആണ്. 1 മീറ്റർ ലോങ് ആണ്. അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സെല്ലിന്റെ ഹ്യൂമൻ ബോഡിയാണ് ഇത് ന്യൂറോൺ. അതിന്റെ ലെങ്ത് എത്ര വരാം? എബൌട്ട് 1 മീറ്റർ ലോങ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ വിച്ച് പാർട്ട് ഓഫ് ന്യൂറോൺ ഇസ് ഇൻഫോർമേഷൻ റിസീവ്ഡ്. ഏത് പാർട്ട്? ന്യൂറോണിലെ ഏത് പാർട്ടിലാണ് നമുക്ക് ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നത്? നമ്മൾ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഡെൻഡ്രൈറ്റിലൂടെയാണ്. ഓക്കെ, ഏത് പാർട്ടിലൂടെയാണ്? ഡെൻഡ്രൈറ്റിലൂടെയാണ് നമ്മൾ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്നത്. എന്നാൽ ആക്സോൺ എന്താണ്? ആക്സോൺ ആണ് സെൽ ബോഡിയിൽ നിന്നിട്ടും സിഗ്നൽസ് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ആക്സോൺ ആണ്. ഓക്കെ, അപ്പോൾ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സിലാണ് ആൻഡ് അതിൻ്റെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ആക്സോൺ ആണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോട്ടീൻ ഫോമിംഗ് സെൻറ്റർ ഓഫ് ദി സെൽ.
ഓക്കെ, ഒരു സെല്ലിലെ പ്രോട്ടീൻ ഫോമിംഗ് സെന്റർ ഏതാണ്? റൈബോസോമാണ്. സെല്ലിലെ പ്രോട്ടീൻ ഫോമിംഗ് സെന്റർ ഏതാണ്? റൈബോസോമാണ്. നമ്മൾ പലപ്പോഴും ന്യൂറോൺസിൽ നമ്മൾ റൈബോസോം പ്രസന്റ് അല്ല എന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ന്യൂറോൺസിൽ നമുക്ക് റൈബോസോം പ്രസന്റ് ആണ്. ഇൻ ദ നെയിം ഓഫ് എന്താണ്? നിസിൽ ഗ്രാനുൾസ് ആണ്. ഓക്കെ, ന്യൂറോൺസിൽ റൈബോസോംസ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നിസിൽ ഗ്രാനുൾസ്. ഓക്കെ, അപ്പോൾ റൈബോസോം ആണ് എന്താ? പ്രോട്ടീൻ ഫോമിംഗ് സെന്റർ എന്ന് പറയുന്നത്. ന്യൂറോൺസിലെ റൈബോസോം ഏതാണ്? നിസിൽ ഗ്രാനുൾസ് ആണ്. ഏതാണ്? നിസിൽ ഗ്രാനുൾസ് ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് നെബുലാർ ലപ്ലേസ് തിയറി? നെബുലാർ തിയറി ഓർ നെബുലാർ ലപ്ലേസ് തിയറി എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റം ഫ്രം എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. നെബുല എന്നറിയപ്പെടുന്ന ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസിൽ നിന്നുമാണ് സോളാർ സിസ്റ്റം ഉണ്ടായത് എന്നാണ് എന്ത്? നെബുലാർ ലാപ്ലേസ് തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, നെബുല അതായത് എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ് എന്നാണ് സോളാർ സിസ്റ്റം ഉണ്ടായത് എന്നാണ് നെബുലാർ ലാപ്ലേസ് തിയറി പറയുന്നത്. ആൻഡ് ആരാണ് ഈ നെബുലാർ ലാപ്ലേസ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്? ഇറ്റ് വാസ് ഫസ്റ്റ് പ്രപ്പോസ് ബൈ ഇമ്മാനുവൽ കാന്ത്. ഏത് ഇയറിലാണ്? 1755. അപ്പോൾ 1755 ഇമ്മാനുവൽ കാന്താണ് ഫസ്റ്റ് ആയിട്ട് നെബുലാർ ലാപ്ലേസ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ ലേറ്റർ ഇതിൻ്റെ ഫർദർ ഇംപ്രവൈസേഷൻസ് ആരാണ് ചെയ്യുന്നത്? ഇറ്റ്സ് ഡൺ ബൈ പെരെ സൈമൺ ലാപ്ലേസ്. ആരാണ്? പെരെ സൈമൺ ലാപ്ലേസ് 1796 ഏത് ഇയറിൽ? 1796 പെരെ സൈമൺ ലാപ്ലേസ് ആണ് ഇതിൻ്റെ ഫർദർ ഇംപ്രവൈസേഷൻസ് ചെയ്യുന്നത്. ആൻഡ് ഈ ലാപ്ലേസിൻ്റെ പേര് നിന്നാണ് നമുക്ക് എന്ത്? നെബുലാർ ലാപ്ലേസ് തിയറി എന്ന് വന്നത്. ഓക്കെ, അത് ഏത് ഇയറിലാണ്? 1796 നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഇമ്മാനുവൽ കാന്താണ് 1755. ബട്ട് ലേറ്റർ അതിൻ്റെ ഫർദർ ഇംപ്രവൈസേഷൻസ് ചെയ്തത് ലാപ്ലേസ് ആണ് ഇൻ 1796. ഓക്കെ, സോ ദി നെക്സ്റ്റ് നോക്കിയേ. ഇതെല്ലാം ആക്ച്വലി സോളാർ സിസ്റ്റം ഫോം ചെയ്തതിനെ പറ്റിയിട്ട് ഉള്ള തിയറീസ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റെസിമൽ തിയറി പ്രകാരം എങ്ങനെയാണ് സോളാർ സിസ്റ്റം ഉണ്ടായത്? Planetesimal theory states that planets were formed from small solid particles called planetesimals. Planetesimals എന്നറിയപ്പെടുന്ന ചെറിയ സ്മോൾ സോളിഡ് പാർട്ടിക്കിൾസ് ചേർന്നാണ് എന്ത്? സോളാർ സിസ്റ്റം ഉണ്ടായതെന്നാണ് പ്ലാനറ്റെസിമൽ തിയറി പറയുന്നത്. ആൻഡ് ഈ പ്ലാനറ്റെസിമൽ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? ഇറ്റ് വാസ് പ്രപ്പോസ് ബൈ തോമസ് ചേംബർലിൻ. ആരൊക്കെയാണ്? തോമസ് ചേംബർലിൻ ആൻഡ് ഫോറസ്റ്റ് റേ മൗൾട്ടൺ. തോമസ് ചേംബർലിൻ ആൻഡ് ഫോറസ്റ്റ് റേ മൗൾട്ടൺ ഇൻ 1905. പ്ലാനറ്റെസിമൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് തോമസ് ചേംബർലിൻ. ഓക്കെ, ഫോറസ്റ്റും ചേമ്പും ആരൊക്കെയാണ്? ഫോറസ്റ്റും ചേമ്പും കൂടെ ചേർന്നിട്ടാണ് എന്ത്? പ്ലാനറ്റെസിമൽ തിയറി പറയുന്നത്. ഏത് ഇയറിലാണ്? 1905. ഏത് ഇയറിലാണ്? 1905 പ്ലാനറ്റെസിമൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം. ഇതാണ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് വൺ. ഏതാണ്? ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം. ഹീലിയോസെൻട്രിക് മോഡലിൽ എന്താണ് പറയുന്നത്? സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്താണ്? സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റത്തിൽ ആരാണുള്ളത്? സൺ ആണുള്ളത് എന്ന് പറയുന്നതാണ് ഏത് തിയറി? ഹീലിയോസെൻട്രിക് മോഡൽ. ഓക്കെ, സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റത്തിൽ സൺ ആണ് എന്ന് പറയുന്നത്. ആൻഡ് ഈ തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇറ്റ് വാസ് പ്രപ്പോസ് ബൈ കോപ്പർനിക്കസ്. ഓക്കെ, നിക്കോളാസ് കോപ്പർനിക്കസിൻ്റെ ആണ് ഏത്? ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഏത് ഇയറിലാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്? 1543. ഓക്കെ, അപ്പോൾ 1543 നിക്കോളാസ് കോപ്പർനിക്കസ് ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഹീലിയോസെൻട്രിക് മീൻസ് സൺ സെൻറ്റേർഡ്. ഓക്കെ, സൺ ആണ് സെൻറ്ററിൽ വരുന്നതെന്നാണ് ഇത് ഹീലിയോസെൻട്രിക് മോഡൽ പറയുന്നത്. ആൻഡ് ഈ ഹീലിയോസെൻട്രിക് മോഡലാണ്. അതിന് മുന്നേ നമ്മൾ എന്താ വിശ്വസിച്ചിരുന്നത്? ജിയോസെൻട്രിക് മോഡൽസിലാണ്. അതായത് എർത്ത് ആയിരുന്നു സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ജിയോസെൻട്രിക് മീൻസ് എർത്ത് ആയിരുന്നു സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം എന്നാണ്. പക്ഷേ നമുക്ക് കോപ്പർനിക്കസിൻ്റെ ഹീലിയോസെൻട്രിക് മോഡലിലാണ് ഏത്? ഈ ജിയോസെൻട്രിക് മോഡൽ എന്ന കൺസെപ്റ്റിനെ തന്നെ റീപ്ലേസ് ചെയ്യുന്നത്. സോളാർ സിസ്റ്റത്തിൻ്റെ മിഡിലിൽ വരുന്നത് ഏതാണ്? സൺ ആണെന്നുള്ള ഹീലിയോസെൻട്രിക് മോഡലാണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. ഇതും സോളാർ സിസ്റ്റം ഫോം ചെയ്തൊരു തിയറിയാണ്. ആൻഡ് ആക്ച്വലി സ്റ്റഡി സ്റ്റേറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സ് ബിഗിനിങ് തൊട്ട് ഇതിന് എൻഡ് വരെയും ഇത് ഇതേ സെയിം പോലെ എന്നാണ്. ഓക്കെ, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതൊരു സ്റ്റഡി ആയിട്ട് പോകുന്നൊരു കാര്യമെന്നാണ് ഇത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇത് 3 പേര് നല്ലോണം നോക്കി വയ്ക്കുക. ഇത് ചോദിക്കുന്നതാണ് കേട്ടോ മിക്കവാറും. സ്റ്റഡി സ്റ്റേറ്റ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരൊക്കെയാണ്? ഫ്രെഡ് ഹോയിലെ, ഹെർമൻ ബോണ്ടി,
ഫ്രെഡ് ഹോയിലെ, ഹെർമൻ ബോണ്ടി ആൻഡ് തോമസ് ഗോൾഡ്. ആരൊക്കെയാണ്? ഫ്രെഡ് ഹോയിലെ, ഹെർമൻ ബോണ്ടി ആൻഡ് തോമസ് ഗോൾഡ് ആണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി പറയുന്നത്. ഓക്കെ, എന്തേലും ഒരു കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സ്റ്റഡി ആയിട്ട് ഫ്രെഡ്, ഹെർമൻ, ഓക്കെ, ആൻഡ് തോമസ് ഗോൾഡ്. ഓക്കെ, ഈ കാര്യങ്ങൾ നാലും ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്? ഫ്രെഡ് ഹോയിലെ, ഹെർമൻ ബോണ്ടി ആൻഡ് തോമസ് ഗോൾഡ് ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദി ഫാസ്റ്റസ്റ്റ് റെവല്യൂഷൻ പ്ലാനറ്റ് ഇൻ സോളാർ സിസ്റ്റം? റൊട്ടേഷൻ അല്ല, റെവല്യൂഷൻ ആണ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ് ആയിട്ട് സണ്ണിന് ചുറ്റും റെവല്യൂഷൻ ചെയ്യുന്നത്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഏത് പ്ലാനറ്റ് ആണ്? മെർക്കുറിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് മെർക്കുറിയാണ് സണ്ണിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന പ്ലാനറ്റ് ഏതാണ്? മെർക്കുറിയാണ്. ആൻഡ് മെർക്കുറി തന്നെയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നത്. മെർക്കുറി കംപ്ലീറ്റ്സ് 1 റെവല്യൂഷൻ അറൌണ്ട് ദി സൺ ഇൻ 88 ഡേയ്സ്. എത്ര ഡേയ്സ് കൊണ്ടാണ് മെർക്കുറി സണ്ണിന് ചുറ്റും ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ചെയ്യുന്നത്? എത്ര ദിവസം കൊണ്ടാണ്? 88 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, 88 ഡേയ്സ് കൊണ്ടാണ് എർത്തിന് ചുറ്റും ആരാണ്? നമ്മുടെ മെർക്കുറി കറങ്ങി വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നതും ഏതാണ്? മെർക്കുറിയാണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് റൊട്ടേറ്റിംഗ് പ്ലാനറ്റ്? ഓക്കെ, ഇപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? റൊട്ടേറ്റിംഗ് പ്ലാനറ്റ് ആണ്. ഓക്കെ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് പ്ലാനറ്റ് ആണ്? ഇറ്റ്സ് ജൂപ്പിറ്റർ. നമ്മളിത് കഴിഞ്ഞ ദിവസം പഠിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ ഉള്ളത്, ഓക്കെ, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ ഉള്ളത് ആർക്കാണ്? ജൂപ്പിറ്ററിനാണ്. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡേ അബൌട്ട് 10 hours ആണ്. ഓക്കെ, ആക്ച്വലി 9 hours and 55 minutes ആണ് എന്ത്? ജൂപ്പിറ്ററിലെ ഒരു ഡേ എന്ന് പറയുന്നത് 9 hours and 55 minutes ആണ്. ഓക്കെ, അപ്പോൾ ജൂപ്പിറ്ററിന് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ വരാനുള്ള കാര്യം എന്താണ്? അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൊട്ടേറ്റിംഗ് പ്ലാനറ്റ്. ഓക്കെ, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൊട്ടേറ്റിംഗ് പ്ലാനറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ലാർജസ്റ്റ് പ്ലാനറ്റ്. ഇൻ ദ സോളാർ സിസ്റ്റം. സ്മോളസ്റ്റ് പ്ലാനറ്റ് ഏതാ? മെർക്കുറി അല്ലേ? സ്മോളസ്റ്റ് പ്ലാനറ്റ് ഏതാ വരുന്നത്? മെർക്കുറിയാണ്. ആൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്റർ ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ഒൺലി ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ, എവിടെയാണ്? പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 26 November 1949. 26 November 1949 ആണ്. ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്ത, അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്ത ഡേ ആണ് എന്ത്? 26 November 1949 എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡേറ്റ് മാത്രമാണ് എന്ത്? നമ്മുടെ പ്രിയാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡേറ്റ് മാത്രമാണ്. ആൻഡ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്യുന്നത് എന്നാണ്? അത് 26 January of 1950, റൈറ്റ്? 26 January എന്നാണ്. 26 January of 1950 എനാക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 26 November of 1949 എന്ത് വരുന്നത്? ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഡേറ്റ് ആണ് പ്രിയാമ്പിളിൽ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പാർട്ട് ഈസ് കോൾഡ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആക്ച്വലി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രിയാമ്പിൾ. ഓക്കെ, അത് പ്രിയാമ്പിളിനെയാണ് അങ്ങനെ വിളിച്ചേക്കുന്നത്. പക്ഷേ ഡോക്ടർ BR അംബേദ്കർ, ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ഏത് പാർട്ടിനെയാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളിനെയാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്? ഡോക്ടർ BR അംബേദ്കർ. അത് ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ, അത് ആർട്ടിക്കിൾ 32 ആണ്. പക്ഷേ ഏത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? അത് പ്രിയാമ്പിൾ ആണ്. ആൻഡ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? പ്രിയാമ്പിളിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ആണ്. ആരാണ്? താക്കൂർ ദാസ്. ഓക്കെ, അപ്പോൾ താക്കൂർ ദാസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെയാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഏത് ആർട്ടിക്കിളിനെയാണ്? ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത്. ഓക്കെ, ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗാൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, നമുക്കറിയാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ടൈംസ് ഹാസ് ദ പ്രിയാമ്പിൾ ബീൻ അമെൻഡഡ്? ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആകെ ഒരു വട്ടം മാത്രമേ ഇതുവരെ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഏത് ഇയറിലാണ്? 1976. ഒരേ ഒരു വട്ടം മാത്രമേ 1976 മാത്രമാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 1976 നമുക്കറിയാം ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് 1976 വരുന്നത്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്.
ഓക്കെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അല്ലേ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ അറിയപ്പെടുന്നത് തന്നെ. കാരണം ഒരുപാട് കാര്യങ്ങൾ അമെൻഡ് ചെയ്തായിരുന്നു ആ അമെൻമെന്റിൽ. അപ്പോൾ അതിൽ ഒരെണ്ണമായിരുന്നു ഇത് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തത് 1976 42nd അമെൻമെന്റ് ആക്ട് വഴി. ആൻഡ് ഈ അമെൻമെന്റ് വഴി എന്തൊക്കെയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത്? 3 വേർഡ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 വേർഡ്സ് ആണ്. ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഏത് 3 വേർഡ്സ് ആണ് പ്രിയാമ്പിളിൽ അമെൻഡ് ചെയ്ത് ആഡ് ചെയ്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ഡെഫിനറ്റ്ലി നോക്കി വയ്ക്കുക. ഓക്കെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി ആണ് പ്രിയാമ്പിൾ ഒറ്റ തവണ അമെൻഡ് ചെയ്തിട്ടുള്ളൂ 1976 42nd അമെൻമെന്റ് ആക്ട് വഴി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മുടെ പ്രിയാമ്പിൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ പല പല പേരുകളിൽ പലരും അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, അത് ആരൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, സോ ദി ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിയാമ്പിളിനെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. KM മുൻഷിയാണ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത്. ദെൻ ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത് ആരാണ്? നാനി പൽഖിവാലയാണ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിക്കുന്നത്. ദെൻ കീ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഏർണസ്റ്റ് ബാർക്കർ ആണ് കീ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ നോക്കിയല്ലേ പ്രിയാമ്പിളിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആരാണ്? താക്കൂർദാസ് ആണ്. ഓക്കെ, താക്കൂർദാസ് ബർഗവയാണ് പ്രിയാമ്പിളിനെ പറയുന്നത്. ആൻഡ് ഡോക്ടർ BR അംബേദ്കർ ആണ് ആർട്ടിക്കിൾ 32നെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ വെറും സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു. പ്രിയാമ്പിളിനെ സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കോസി ഫെഡറൽ ആണ് എന്ന് പറഞ്ഞത് ആരാണ്? KC വെയർ. ഓക്കെ, ആരാണ് ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത്? ആരാണ്? KC വെയർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാസി ഫെഡറൽ ആണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തത്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ സെഡ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്? ഓക്കെ, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് നോട്ട് എ ഫെഡറേഷൻ. ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഇത് നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ മെൻഷൻ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, താങ്ക് യു.